സമയം പോലും ഇല്ലാതിരുന്നിട്ടും ഞാൻ ജോലിക്കിടയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതുപോലെ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. ഓഫ്ലൈൻ ക്ലാസ് അല്ലാതെ ഓൺലൈൻ ക്ലാസ് ആയിട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഈ റാങ്ക് നേടിയത് തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് മാത്രം. എനിക്ക് കിട്ടിയ സമയത്തിൽ ഞാൻ യൂസ്ഫുൾ ആക്കിയതാണ്. നമസ്കാരം, എൻ്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കാക്കാമൂല ഭാഗത്തു നിന്നാണ്. ഞാൻ നിലവിൽ തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഓഫീസിൽ സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്ത് വരികയാണ്. ഞാൻ കേരള PSC നടത്തിയ എക്സാമായ സബ് ഇൻസ്പെക്ടർ എക്സാമിൽ ആംഡ് സബ് ഇൻസ്പെക്ടറിൽ 12ാം റാങ്കും സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ 14ാം റാങ്കുമാണ് ഞാൻ നേടിയിട്ടുള്ളത്. ഞാൻ ഡിഗ്രി ലെവലിൽ സബ് ഇൻസ്പെക്ടർ എക്സാം നോക്കി തുടങ്ങിയതിന് എനിക്ക് സമയങ്ങളെല്ലാം എനിക്ക് കുറവായിരുന്നു. കാരണം ജോലി തിരക്കിനിടയിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഇല്ലായിരുന്നു. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴത്തേനുമാണ് കുറച്ച് നേരം വീട്ടിൽ ഇരുന്ന് വായിക്കുന്നത്. പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോഴത്തേനും സമയങ്ങൾ തന്നെ തീരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം കൂടുതലും ഓൺലൈൻ ക്ലാസ്സാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അല്ലാതെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ സെൽഫ് സ്റ്റഡി ആയിട്ട് ചെറിയ നോട്ട്സ് മാത്രമേ എഴുതാറുള്ളൂ. റാങ്ക് ഫയലൊക്കെ ഉപയോഗിക്കുന്നത് പോലും അപൂർവമായിരുന്നു. കാരണം എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് ഓൺലൈൻ ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തത്. പിന്നെ എക്സാം എഴുതുന്നതുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അല്ലാതെ റാങ്ക് ഫയൽ പഠിക്കുന്നതിനേക്കാളും എക്സാം എഴുതുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ വിജയം എന്ന് പറയുന്നത്. ഈ ജോലി തിരക്കിനിടയിൽ എനിക്ക് പഠിക്കാനുള്ള സമയം തീരെ കുറവായിരുന്നു. അപ്പോഴത്തേനും ഓഫീസിൽ ഇപ്പം ഭക്ഷണം കഴിക്കുന്ന സമയമായാലും CA സാറിൻ്റെ കൂടെ റൈഡിന് പോകുമ്പോഴായാലും വാഹനത്തിന് ഇരിക്കുമ്പോഴേക്കാനായാലും കിട്ടുന്നത് ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ്, അത്രയും സമയം മാത്രമായിരുന്നു കൂടുതലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും എന്നെ സഹായിച്ചിട്ടുള്ളത് മുൻപത്തെ തിരുവനന്തപുരം CA ആയിരുന്ന ഷിവ് സാറാണ്. ഷിവ് സാറും പിന്നെ റൈറ്ററായ രാജ് സാറ്, റൈ സാർ, ഇവരൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടുന്ന ചെറിയ സമയത്തായാലും എനിക്ക് കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്ത് സമയങ്ങൾ കൂടുതൽ സമയങ്ങൾ അവർ തന്നെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി എടുത്ത് വരുമ്പോഴത്തേനും അതിന് ശേഷമുള്ള സമയങ്ങൾ എനിക്ക് കൂടുതൽ നൈറ്റ് ഡ്യൂട്ടി CA സാർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ സമയങ്ങൾ കീപ്പ് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ജോലി തിരക്കിനിടയിൽ കൂടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിൻ്റെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതലും പഠിക്കാൻ പറ്റിയത്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് എനിക്ക് പോകാനുള്ള അത്രയുള്ള സമയം എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ കോഴ്സും മെയിനായിട്ട് ചൂസ് ചെയ്തത്. എൻട്രി എൻ്റെ ഒരു സുഹൃത്തായ മോനിഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എൻട്രി എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിനുശേഷം ഞാൻ എൻട്രി ക്ലാസ് കാണുമായിരുന്നു. പക്ഷേ എനിക്ക് ക്ലാസ്സും റാങ്ക് ഫയലും പഠിക്കുന്നതിനേക്കാളും എൻട്രിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതിലുള്ള 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ആയാലും അല്ലാതെ 20 മാർക്കിൻ്റെ ഡെയിലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വൊക്കാബുലറി 5 മാർക്ക് വെച്ചുള്ള വൊക്കാബുലറി ക്ലാസ്, ഇതെല്ലാം ഞാൻ ഞാൻ എൻട്രി ആപ്പ് പർച്ചേസ് ചെയ്തതിന് ശേഷമുള്ള ഏകദേശം 90% ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തു. 90% ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചതിനാലാണ് എനിക്ക് ഇതിലോട്ട് റാങ്കിലോട്ട് എത്തിപ്പെടാൻ സാധിച്ചത്. ഡിഗ്രി ലെവലായാലും ഇപ്പോൾ ലോക്കൽ ഗവൺമെൻറ് സെക്രട്ടറി എക്സാം പോലെ എന്നുള്ള എക്സാമിലൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരിപ്പോൾ എൻട്രി ആപ്പിൽ ഏറ്റവും കൂടുതൽ നല്ല എക്സാമുകൾ, നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള അവസരം, അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ചെയ്തിട്ടുള്ളതും അതിനെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് എല്ലാം കണ്ട് അത് സ്ട്രാറ്റജിക്കലായിട്ട് പഠിച്ച് വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും. ഇതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്. ഇനി വരുന്നത് 2024 ഇനി പ്രിലിംസ് ഉണ്ട്. പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ്, ഇതെല്ലാം എക്സാമുകളുണ്ട്. എല്ലാവരും നല്ലപോലെ പഠിക്കുക എന്നുള്ളതാണ്. സമയമില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും കാണിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സമയം പോലും ഇല്ലാതിരുന്നിട്ടും ഞാൻ ജോലിക്കിടയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതുപോലെ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. ഓഫ്ലൈൻ ക്ലാസ് അല്ലാതെ ഓൺലൈൻ ക്ലാസ് ആയിട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഈ റാങ്ക് നേടിയത് തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് മാത്രം. എനിക്ക് കിട്ടിയ സമയത്തിൽ ഞാൻ യൂസ്ഫുൾ ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇനി വരുന്ന എക്സാമുകളെല്ലാം നല്ലപോലെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾ എങ്ങനെയാണോ സമയം കണ്ടെത്തി നിങ്ങളിത് പഠിച്ച് വിജയിച്ച് വരിക. ആശംസ.